അംബോസിലി നാഷണൽ പാർക്കിൽ നിന്ന് ഏതാണ്ട് 7 മണിക്കൂറോളം ഡ്രൈവ് ചെയ്ത് നമ്മളങ്ങനെ നക്രു നാഷണൽ പാർക്കിലെത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും നക്രു നാഷണൽ പാർക്കിൻ്റെ വിശേഷങ്ങൾ കാണാൻ എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പം നമ്മൾ ഇതിനകത്ത് കാണുന്നത്, ആദ്യമേ കയറിയവനെ തന്നെ കാണുന്നത് സിംഹങ്ങളെയാണ്. സിംഹത്തിൻ്റെ ഫാമിലിയാണ് ഇപ്പോൾ ഇവിടെ ഒക്കെ കാണുന്നത്. നക്രു നാഷണൽ പാർക്കിൻ്റെ മേജർ അട്രാക്റ്റീവ് ഘടകമെന്ന് പറയുന്നത് റൈനോസും ഫ്ലമിംഗോസും അതുപോലെ തന്നെ ബഫലോസുമാണ് കൂടുതലായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഗൈഡ് ഇപ്പം ഇതേ ഒരു പൊസിഷനിൽ തന്നെ ഒരു 10-15 മിനിറ്റായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു പക്ഷേ ഈ ലയൺസ് എല്ലാം കൂടെ കൂട്ടം കൂടി നിൽക്കുന്നത് ഒരു ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു ഹണ്ടിങ് ഇവിടെ നടക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം അത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഇവിടെ നമുക്കൊരു കുറഞ്ഞൊരു 10ഓളം പെൺസിംഹങ്ങളെയും 2-3 ആൺസിംഹങ്ങളെയും ഒക്കെ നമുക്കിവിടെ കാണാം. അപ്പം അത് നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഇങ്ങനെയാണ്, നമ്മളിതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്ത് ക്ഷമയോടുകൂടി നിന്നാൽ മാത്രമേ നമുക്ക് ഇവരുടെ ചില ഹണ്ടിങ്സൊക്കെ കാണാൻ പറ്റും. ഇവരിപ്പം ജസ്റ്റ് അവിടെ എല്ലാവരും പുല്ലിലിങ്ങനെ വിശ്രമിക്കുന്ന മാതിരി കിടന്ന് ഇങ്ങനെ ദൂരോട്ട് നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇവരുടെ മുൻവശത്ത് ഒരു വാർത്തോക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു പന്നിയുടെ ആ ഒരു ബ്രീഡുണ്ടല്ലോ, അത് ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പം അവനെ നോക്കിയാണ് ഇവരുടെ ആ ഒരു നിപ്പ്. മിക്കവാറും ഹണ്ടിങ് അവൻ്റെ അടുത്തോട്ടുള്ള ഒരു ഹണ്ടിങ്ങാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വാർത്തോക്സ് എന്ന് പറയുന്ന ആ ഒരു പന്നിയുടെ തന്നെ ബ്രീഡാണ്. അത് ഓപ്പണായിട്ട് ഉള്ള ഇതുപോലത്തെ പ്ലേസുകളിൽ കൂടുതലും കണ്ടുവരുന്നത്. വാർത്തോക്സ് ഇപ്പം കൂടുതലും നമ്മുടെ അടുത്തോട്ട് വരുന്നുണ്ടത്. അതിൻ്റെ തൊട്ട് പുറകിൽ തന്നെ ഇവൻ സിംഹം ഇവിടെ നിൽപ്പുണ്ട്. നമുക്ക് ശരിക്കും അടുത്ത് തന്നെ കാണാം. പക്ഷേ ഇവൻ അവിടോട്ട് ഓടിക്കഴിഞ്ഞാൽ ഇവരിങ്ങനെ കുഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓരോ ഭാഗങ്ങളിലും. അവർ പെട്ടെന്ന് ആ കുഴിക്കകത്തോട്ട് കയറി രക്ഷപ്പെടും. അപ്പോൾ അത് കാരണം ഇവന്മാരെ പെട്ടെന്ന് പിടിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഇവന്മാർ കുറേ നേരം ഈ കുഴിക്ക് മുന്നിൽ ഇങ്ങനെ കാത്തിരിക്കും. കുറേ കഴിയുമ്പോഴത്തേക്ക് ഈ വാർത്തോക്സ് പതുക്കെ തലയിട്ട് ഇങ്ങനെ വെളിയിലോട്ട് നോക്കും. ആ സമയത്ത് ഇവന്മാർ കയറി ചാടിപ്പിടിക്കും. അങ്ങനെയാണ് മോസ്റ്റ്ലി ഇവന്മാർക്ക് പിടി വീഴുന്നത്. ഓടിച്ചിട്ട് ഇവന്മാരെ പിടിക്കും. പക്ഷേ ഓടിച്ചിട്ട് പിടിക്കുന്നതിലും കൂടുതൽ ഇവർക്ക് ചാൻസ് കിട്ടുന്നത് ഇതുപോലത്തെ കുഴികളുടെ മുന്നിൽ പോയിട്ട് ഇവന്മാരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. എന്നിട്ട് അവിടെ നിന്നാണ് ഇവന്മാർ ഇതിനെ പൊക്കുന്നത്. നമ്മളങ്ങനെ കുറേ നേരമായിട്ട് ഇവരുടെ ഈ ഒരു ഹണ്ടിങ് തപ്പി നടക്കുമ്പോൾ ദേണ്ട ഒരു ഹയന നമ്മുടെ മുന്നിൽ കൂടെ നടന്നു വരുന്നുണ്ട്. അവൻ നമ്മുടെ ഈ ഒരു ഭാഗത്തോട്ടാണ് വരുന്നത്. നമുക്ക് പറ്റി അവനെ അടുത്ത് കാണാൻ പറ്റും. ഹയനക്കൂട്ടങ്ങളുള്ള ഒരു ഭാഗമാണ് ഇവിടെ. ഈ ഹയനയ്ക്ക് ഈ സിംഹം ഉള്ളത് കൊണ്ട് കുറച്ച് ഭയമുണ്ട് ഈ റൂട്ടിൽ കൂടെ വരാൻ. അവൻ പതുക്കെ അവിടെ ഇവിടെയൊക്കെ നോക്കിയാണ് വരുന്നത്. ഇപ്പം സമയം 3-3:30, 4 മണി ആ ഒരു റേഞ്ചാണ്. ഇതുവഴി ഇപ്പം മറ്റവൻ പോകുന്നുണ്ട്, നമ്മുടെ പന്നിക്കുട്ടൻ. അവന് ഡേഞ്ചർ ഒരു ഫീലിംഗ് ഉണ്ടായിട്ട് അവൻ ഉള്ളിലോട്ട് ഓടുക. അവനിവിടെ ഇങ്ങനെ മണത്ത് നിന്നിട്ട് അവൻ ഉള്ളിലോട്ട് പോവുക. അപ്പം അവനെ കിട്ടുന്ന കാര്യം സംശയമാണ്. മുമ്പേ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. അവൻ ചാടി അവൻ്റെ മാളത്തിനകത്തോട്ട് കയറാൻ പോവാണ്. അവൻ ഓടുകയാണ്. അതിന് ഇവന്മാർ പുറകെ ഉണ്ട്. അവന്മാർ ആ മാളത്തിനകത്ത് ഇവൻ കയറി. അപ്പം ഇവിടുന്ന് എന്താണ്ട് ആ സിംഹം പതുക്കെ അങ്ങോട്ട് ഓടുക. ആ മാളത്തിൻ്റെ മുന്നിൽ പോയിട്ട് മുമ്പേ പറഞ്ഞ പോലെ തന്നെ അവൻ ആ മാളത്തിൻ്റെ മുന്നിൽ പോയിട്ട് ഇതേ കണ്ടോ കാത്തു കെട്ടി നിൽക്കുകയാണ്. ഇവൻ ഈ മാളത്തിൻ്റെ മുന്നിൽ നിന്ന് പോകത്തില്ല. ഇന്ന് മുഴുവൻ അവൻ അവിടെ ഇരുന്നാൽ ഇവനെ പൊക്കും. അവൻ മാളത്തിന് വെളിയിൽ ചാടി വരുമ്പോൾ അപ്പോഴേ ഇവനെ പിടിക്കും. അതാണ് ഇവരുടെ ഒരു ഹണ്ടിങ് രീതി. അപ്പോൾ നമുക്കത് ക്ലിയറായിട്ട് ഇവിടെ കാണാം. നമ്മളീ കാണുന്ന ചുറ്റിനും സിംഹത്തിൻ്റെ ഒരു ഏരിയയാണ്. സിംഹമാണ് ഇവിടെ മുഴുവൻ. ഞാനിപ്പം വീഡിയോ ഈ സൈഡിലോട്ട് എടുത്താൽ ഇവിടെ മുഴുവൻ ഒരു 5-6 അതിൽ കൂടുതൽ സിംഹങ്ങളെ കാണാം. അവരും ഈ പറഞ്ഞ മാതിരി ഹണ്ടിങ്ങിൻ്റെ ചക്കറിൽ ഇങ്ങനെ ഓടുകയാണ്. അവർ ഇരയെ പിടിക്കാനുള്ള തീവ്രമായ നോട്ടത്തിലാണ്. കരിവുമാർ നിൽക്കുന്ന ഒരു ഏരിയയിലോട്ട് പോലും ഒരെണ്ണം പോലും വരത്തില്ല. ഈ സൈഡിലും ഉണ്ട്. നമ്മളങ്ങനെ ഈ സിംഹത്തിൻ്റെ പുറകെ നിൽക്കുകയാണ് ഇവരുടെ ഹണ്ടിങ് കാണാൻ വേണ്ടി. പല ആംഗിളിലോട്ടും വണ്ടി ഓടിക്കുകയും അവിടെ ഇവിടെ എല്ലാം ഇവർ ഹൈഡ് ചെയ്ത് ഇങ്ങനെ കിടക്കുകയും ഇങ്ങനെ ഇവർ നിരീക്ഷിക്കുകയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതുവരെ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല ഇവരുടെ ഒരു ഹണ്ടിങ്.
നമുക്കിവിടെ നിന്ന് കാണാം ഇവരെല്ലാം പുല്ലും ഈ ഇവരുടെ കളറും ഒരുപോലെ ആയതുകൊണ്ട് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഒത്തിരി സിംഹങ്ങൾ ഈ പുല്ലിനകത്ത് കിടപ്പുണ്ട്, നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അങ്ങനെ നമ്മളിനി ഇവിടുന്ന് തിരിച്ച് അടുത്ത ഒരു ഹൈനയൊക്കെ ഉള്ളിടത്തോട്ട് പോകാമെന്നുള്ളൊരു ഇതിലാണ് ഗൈഡ് ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു സിംഹം നമ്മുടെ അടുത്തോട്ട് വരുന്നുണ്ട് ഇപ്പം. അത് വന്നിട്ട് മിക്കവാറും നമ്മുടെ വണ്ടിയുടെ തൊട്ട് ഫ്രണ്ടിൽ കൂടെ ആയിരിക്കും അത് പോവുക. ജസ്റ്റ് വെയിറ്റ് ചെയ്യുകയാണ്. അത് ക്രോസ് ചെയ്തിട്ട് ഈ റോഡിൽ കൂടെ അത് അടുത്ത അപ്പുറേ കുറേ ഗ്രൂപ്പുണ്ട്, അവരുടെ അടുത്തോട്ട് പോകുന്ന രീതിയിലുള്ള ഒരു റൂട്ടാണ് കാണുന്നത്. അതുപോലെ നമ്മൾ പൊതുവേ ഈ സിംഹങ്ങൾ ഭയങ്കര ലേസി ഫെലോസാണ്. അപ്പം ഇവരുടെ ആൺസിംഹങ്ങൾ കാര്യമായിട്ട് ഇര പിടിക്കാൻ പോവില്ല, പെൺസിംഹങ്ങളാണ് ഇര പിടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവന്മാർ ഈ അടുത്ത് നല്ല വലിയ ഹാർഡ് വർക്ക് ചെയ്യാതെ കിട്ടുന്ന ഹണ്ടിങ്ങിനൊക്കെ ഈ ആൺസിംഹം പോകാറുള്ളൂ കൂടുതലായിട്ടും. അപ്പം നമുക്കിപ്പോൾ ഇവിടെ കാണുന്ന മുഴുവൻ പെൺസിംഹങ്ങളായതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഒരു ഹണ്ടിങ്ങിൻ്റെ സാധ്യത. ആ സിംഹത്തിൻ്റെ കഴുത്തിൽ എന്തോ ഇവർ ഇങ്ങനെ ഒരു ക്യാമറയുടെ എന്തോ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു റിങ് അവരിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വൈൽഡ് ലൈഫ് ഓഫീസേഴ്സ് ആയിരിക്കും അത് ചെയ്തിരിക്കുന്നത്. ആ സിംഹത്തിൻ്റെ കഴുത്തെ കാണാം നമുക്ക്. അതെങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആ ഒരു സഞ്ചാരപാതയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയായിരിക്കും. GPS അതുപോലത്തെ സംഭവമല്ലോ ആയിരിക്കും അത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് കഴുത്തേൽ. 2-3 സിംഹത്തിൻ്റെ അങ്ങനെ കണ്ടു. ഇവരൊരു പക്ഷേ ഇങ്ങനെ ഇവരെ വെടിവെച്ച് വല്ല മയക്കി ഇട്ടിട്ടൊക്കെ ആയിരിക്കും ഇത് ചെയ്യുക, അല്ലാതെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടെ ഇഷ്ടം പോലെ സിംഹങ്ങളാണ് നമുക്കിവിടെ കാണാം. കംപ്ലീറ്റ് ഫാമിലിയാണ് ഇവിടെ കറങ്ങുന്നത്. ഇപ്പം നമ്മുടെ മുന്നിലുള്ള ഹൈനാസാണ്. പിന്നിങ്ങനെ ഈ ഒരു സിംഹക്കൂട്ടത്തിൻ്റെ പുറകിൽ തന്നെ ഉണ്ട്. ഈ സിംഹങ്ങളൊക്കെ വേട്ടയാടി പിടിക്കുന്ന സമയത്ത് ഇവന്മാർ പുറകെ ചെന്നിട്ട് ശല്യം ചെയ്തിട്ട് അത് പിടിച്ച് പറിച്ചുകൊണ്ട് പോകുന്നൊരു സംഭവമാണ് ഈ ഹൈനാസിൻ്റെ ഒരു രീതി. നമ്മുടെ മുന്നിൽ കൂടെ ഹൈന ഓടുക. ഇത് നമ്മുടെ വണ്ടിയുടെ തൊട്ട് മുന്നിൽ കൂടാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ച് പോവുകയാണ്. റൈനോസിനെയൊക്കെ കാണാനുള്ള ആ ഒരു റൂട്ടിലോട്ട് നമ്മൾ വണ്ടി വിടുകയാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 5:30 ആയി. 6:45 ആകുമ്പോഴത്തേക്ക് ഇവിടെ സൂര്യൻ അസ്തമിക്കും. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്കിതൊക്കെ കണ്ടിട്ട് നമ്മൾ തിരികെ നമ്മുടെ റിസോർട്ടിലെത്തണം.
തടാകരയുടെ മറുവശത്ത് വന്നപ്പോഴത്തേക്കും നമുക്കിവിടെ റൈനോസിനെ കാണാൻ സാധിച്ചു. ഇവിടെ നിൽക്കുന്നത് റൈനോസാണ്. ഒരു വെള്ള റൈനോയും വൈറ്റ് സ്കിന്നും ഒരു ഡാർക്ക് സ്കിന്നും ഉള്ള റൈനോയെ നമുക്കിവിടെ കാണാം. കുറച്ച് നമ്മുടെ അടുത്തുനിന്ന് ദൂരെയാണ് ഇത് നിൽക്കുന്നത്. നമ്മൾ ഇനിയും കുറേ കൂടെ അടുത്ത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറങ്ങി അതിൻ്റെ അടുത്ത സൈഡിൽ വരണം. ജസ്റ്റ് ഇപ്പോൾ കണ്ടപ്പോഴത്തേക്ക് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇത് കുറച്ച് ഈ ഹിപ്പോസും ഈ റൈനോസും ഒക്കെ കുറച്ച് ഡേഞ്ചറസ് ആനിമൽസാണ്. നമുക്കിവിടെ മാനിനെ കാണാം. ഇംപാല ഒരു മെയിലും 50-60 ഫീമെയിലുമാണ് കൂടെയുള്ളത്. ഇംപാലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്നിട്ട് ഒരു മെയിലിന് 50-60-100 ഫീമെയിൽസാണ് ഇണകളായിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഒറ്റ മെയിലേ കാണത്തുള്ളൂ എന്നുള്ളതാണ് ഇംപാലയുടെ ഒരു പ്രത്യേകത. ഇത് മെയിലാണ് ആ കൊമ്പുള്ളത്, ബാക്കിയെല്ലാം ഫീമെയിൽസും. അങ്ങനെ ഫൈനലി സുഹൃത്തുക്കളെ, നമ്മൾ റൈനോസിൻ്റെ മുമ്പിൽ തന്നെ വന്ന് ചാടി. 2 റൈനോസ് നമ്മുടെ തൊട്ട് മുന്നിൽ, ഏതാണ്ട് കൂടി വന്നാൽ ഒരു 3 മീറ്ററിന് ഇപ്പുറയാണ് നമ്മൾ ഇപ്പോൾ ആ റൈനോസിൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഈ റൈനോസ് നമ്മുടെ മുന്നിൽ കൂടെ പതുക്കെ നടന്ന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ക്രോസ് ചെയ്യാനായിട്ടാണ് അവർ നോക്കുന്നത്. നമ്മളിവിടെ എത്തിയതിന് പുറകെ തന്നെ കുറേ സഫാരി വണ്ടികൾ ഇപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് ഈ റൈനോസിനെ കാണാൻ വേണ്ടി. നേരത്തെ വളരെ ദൂരെയായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. നമ്മളിപ്പം കുറേ കറങ്ങി അടിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ മുന്നിൽ അവൻ ഇങ്ങനെ നിൽപ്പുണ്ട്, നോക്കി നിൽക്കുക. സൂപ്പർ സൂപ്പർ സൂപ്പർ. നമ്മൾ ഇതിനെ തപ്പി കുറേ നേരമായിട്ട് നടക്കുമായിരുന്നു. 1 മണിക്കൂറായിട്ട് ഇവനെ കിട്ടാൻ വേണ്ടി തപ്പി നമ്മുടെ മുന്നിലെത്തി. ഒരു 2-3 മീറ്റർ ഇപ്പം ഇവൻ നിൽക്കുന്നത്. സൂപ്പർ. അവർ ശരിക്കും കഴിഞ്ഞാൽ ഈ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയാണ് അവർ നോക്കുന്നത്. എല്ലാ വണ്ടികളും ഒന്നും നിറഞ്ഞിരിക്കുന്നുണ്ട്. അവരിപ്പോൾ അങ്ങോട്ടും ഡൈവേർട്ട് ചെയ്ത് പോവാം. കണ്ട് അവർ നോക്കുന്നത് ക്രോസ് ചെയ്യാനാണ്. ഇപ്പോൾ കാണുന്നത് റോസ് ചൈൽഡ് എന്ന് പറയുന്ന ഇനത്തിലുള്ള ജിറാഫാണ്. ഇത് വന്നിട്ട് ഇതിൻ്റെ കാല് വന്നിട്ട് വൈറ്റ് കളറാണ്. അത് വൈറ്റ് സോക്സ് ഇട്ട മാതിരിയാണ് കാല്. മറ്റ് ജിറാഫിൻ്റെ ഒക്കെ ബ്രൗണിഷ് കളർ, ഈ ബോഡിയിലുള്ള കളർ തന്നെ ആയിരിക്കും. ഇത് ഒരു ഡിഫറെൻ്റ് ഇനമാണെന്നാണ് നമ്മളുടെ ഗൈഡ്
പറഞ്ഞൊരു ഡിഫറെൻറ്റ് ടൈപ്പാണിത്. നമ്മളങ്ങനെ ഈ ജിറാഫ് കൂട്ടങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പിന്നെയും പൊക്കോണ്ടേയിരിക്കുന്നു. നമ്മൾ ഈ ജിറാഫിനെ കണ്ട് നമ്മൾ കുറേ നേരം അങ്ങനെ നിന്നു. ഭയങ്കര രസമാണ് അതിനെ കാണാൻ. വളരെ അടുത്താണ്, നമ്മളുമായിട്ട് കൂടി വന്ന 1 മീറ്റർ 2 മീറ്റർ ദൂരം മാത്രമാണ് ഈ ജിറാഫിൻ്റെ ആ ഒരു അകലം. അത് പല പോസിൽ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു ചാൻസ് ഇങ്ങനെ തന്നിട്ടേ ഇരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ നോക്കുന്നു. അതുമായിട്ട് കുറേ നേരം നമ്മൾ ഇൻട്രാക്ട് ചെയ്ത് അങ്ങനെ നിന്നു. റൈനോസിനെയൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് വരുമ്പോഴത്തേക്കും ജിറാഫിനെയൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ വരുമ്പോൾ ഒരു കൂട്ടം ബഫലോസ് ഇങ്ങനെ കിടക്കുന്ന കാണാം. നമ്മൾ സ്ഥിരമായിട്ട് ഡിസ്കവറി ചാനലൊക്കെ കാണുന്ന ആ സിംഹം വന്നിട്ട് ഹണ്ട് ചെയ്യുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇവൻ ഒരു ഭയങ്കര ഹെവി ഐറ്റമാണ്. ഒരു ഗ്രൂപ്പായിട്ട് ഇവിടെ ഒരു റിലാക്സ് ചെയ്ത് കിടക്കുവാണ്. അവന്മാർ സിംഹത്തിന് പോലും പേടിയുള്ള ഒരു മൃഗമാണിത്. ഭയങ്കര അറ്റാക്കിങ്, ഗ്രൂപ്പായിട്ട് വന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു മൃഗമാണ് ഈ ബഫലോസ്. ഇതിപ്പോൾ വന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തുണ്ട്. അതിൻ്റെ ബാക്കിൽ തന്നെ കുറേ സീബ്രയും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി ഈ ഭാഗത്തോട്ടൊക്കെ സിംഹത്തിൻ്റെ വരവ് നമുക്ക് പ്രതീക്ഷിക്കാം എപ്പോഴെങ്കിലുമൊക്കെ. കാരണം ഇവന്മാർ ഇവിടെ ഉള്ളപ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി സിംഹവും വരാം. From India? Yes. Oh, that's great. ഇത് കെനിയൻ പോലീസാണ്, ഫോറസ്റ്റ് ഓഫീസേഴ്സാണ് ഇവര്. വെരി ഫ്രണ്ട്ലി ആണ് ഇവര്, വളരെ ഫ്രണ്ട്ലി, സൂപ്പർ ഫ്രണ്ട്ലി. Thank you. They are very friendly people. Yeah. We love Kenya. Yeah. വളരെ ഫ്രണ്ട്ലി ആണ് ഇവര്, സൂപ്പർ ഫ്രണ്ട്ലി. Yeah, they are very nice people. You know, എല്ലാ ഫോറസ്റ്റ് ഓഫീസേഴ്സ് ആണ്. നമ്മൾ ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് എല്ലാം ഉണ്ട്. അവർ നമ്മൾ വെച്ച് ഫോട്ടോ എടുക്കണേ, നമുക്ക് ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കാൻ. അങ്ങനെ അവരോട് നിന്ന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഭയങ്കര ചെളിവെള്ളമാണ് ഈ വരുന്ന മുഴുവൻ. താങ്ക് യു. ഇവിടൊക്കെ മൃഗങ്ങൾ വന്നിട്ട് വെള്ളം കുടിക്കുന്ന സ്ഥലങ്ങളാണെന്നാണ് ഗൈഡ് പറഞ്ഞത്. അതുകൊണ്ട് പൊതുവേ നമുക്കിവിടെ ഇറങ്ങാൻ അനുവാദമില്ല. നക്കുറു പാർക്കിനുള്ളിലെ വെള്ളച്ചാട്ടമാണിത്. സൂപ്പർ ലുക്ക്, ബ്യൂട്ടിഫുൾ. ഇവിടൊക്കെ മൃഗങ്ങൾ വന്നിട്ട് വെള്ളം കുടിക്കുന്നതാണ്. ഈ ഏരിയയിലൊക്കെ ഇറങ്ങാൻ പാടില്ല. സ്പെഷ്യൽ സെക്യൂരിറ്റി ഉണ്ട് ഇവിടെ നമ്മളെ കവർ ചെയ്തിട്ട്. നമ്മൾ ഇന്നത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ തിരികെ അങ്ങനെ പോവുകയാണ്. പോകുന്ന വഴിയിൽ ഓരോന്നൊക്കെ കണ്ട് നമുക്ക് പോകാമെന്ന് ഗൈഡ് പറഞ്ഞു. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി ഇരുട്ടും നമ്മുടെ റിസോർട്ടിലെത്താൻ. ഇവിടെ ആ പന്നിക്കുട്ടൻ നിൽക്കുന്നുണ്ടോ, അതുപോലെ നമ്മൾ മുമ്പേ കണ്ട ജിറാഫ്, അവിടെ റൈനോസൊക്കെ നിൽപ്പുണ്ട്. ഈ ഏരിയ എല്ലാം ഇതുപോലത്തെ വൈൽഡ് ആനിമൽസ് ഉള്ള ഏരിയ ആണ്. നമ്മളങ്ങനെ ഇനിയും നേരം കൂടുതൽ താമസിക്കാതെ നമ്മൾ നേരെ നമ്മുടെ റിസോർട്ടിന് ലക്ഷ്യമാക്കി പോവുകയാണ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ റിസോർട്ടിലെത്തും. ഇന്ന് നമ്മളുടെ ആ ഒരു ജേണി ഈ റിസോർട്ടിലെത്തുന്നതോടുകൂടി തീരുകയാണ്. നമ്മുടെ റിസോർട്ടിൻ്റെ മുൻവശത്തെത്തി. നക്രു ലേക്ക് റിസോർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മളിനിയിപ്പം നേരെ നമ്മുടെ റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യുന്നു. ഞങ്ങൾ നമ്മളുടെ റിസോർട്ടിലോട്ട് എൻ്ററായി. ബ്യൂട്ടിഫുൾ റിസോർട്ടാണ്. നമ്മൾ ഇവിടോട്ടാണ് ഇപ്പോൾ എൻ്റർ ചെയ്യുന്നത്. വൺ ഓഫ് ദ
ബെസ്റ്റ് റിസോർട്ട് ഇൻ നക്രു. സോ നമ്മളിവിടെയാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. അബ്സല്യൂട്ട്ലി ഓസം പ്ലേസ്. പക്ഷെ നമ്മൾ എത്തിയിരിക്കുന്നത് സന്ധ്യാസമയത്താണ്. സോ നാളെ രാവിലെ 5 മണിക്ക് ഇവിടുന്ന് പോവുകയും വേണം. നമ്മളിന്ന് ഈ റിസോർട്ടിലാണ് താമസിക്കുന്നത്. അതിമനോഹരമായ നക്രു റിസോർട്ട്. നക്രുവിലെ വൺ ഓഫ് ദ ബെസ്റ്റ് റിസോർട്ട് എന്നാണ് ഇത് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ വന്നിട്ട് ഒരു 7 മണിയാകുമ്പോൾ ഇപ്പോൾ എത്തി. വന്നിട്ട് നമുക്ക് അധികം സമയമില്ല. ഡിന്നർ കഴിക്കുന്നു, കിടക്കുന്നു. രാവിലെ 5 മണിയാകുമ്പോൾ എഴുന്നേൽക്കുന്നു. പിന്നെ 6 മണിയാകുമ്പോൾ ഇവിടെ നമ്മൾ വെക്കേറ്റ് ചെയ്ത് പോകണം മസൈമാരയ്ക്ക്. അതുകൊണ്ട് അധികം സമയമില്ല നമുക്ക് ഇതിനകത്ത് എൻജോയ് ചെയ്യാൻ. നമ്മുടെ ഗ്രൂപ്പൊക്കെ ഓൾറെഡി അകത്ത് കയറി. നമ്മളങ്ങനെ ചെക്ക് ഇൻ ചെയ്തു. ഇതാണ് നമ്മളുടെ റൂം. അത്യാവശ്യം നല്ല രസമുള്ള റൂമാണ്. ലേക്ക് നക്രു ലോഡ്ജ്. നമുക്കിനി ഇന്നത്തെ ഡിന്നറും ഇവിടുത്തെ രാത്രി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇത് എൻ്റെ റൂംമേറ്റാണ് ആകാശ്. മലേഷ്യയിൽ നിന്നും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.